മൃത്യുവിന്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം വിടർന്നു. 1971 മലയാള സിനിമാ ചരിത്രത്തിൽ ആ വർഷത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ആ വർഷമാണ് മലയാളത്തിലെ എക്കാലത്തെയും വലിയ നടൻ ശ്രീ സത്യൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. അതേ വർഷം തന്നെയാണ് അദ്ദേഹത്തിന്റെ അവസാന സിനിമ പുറത്തിറങ്ങുന്നത്. തകഴി ശിവശങ്കരപിള്ളയുടെ കഥയ്ക്ക് തോപ്പിൽ ഭാസി തിരക്കഥയും സംഭാഷണവും എഴുതിയ കെ.എസ്. സേതുമാധവൻ എന്ന സംവിധായക പ്രതിഭ അണിയിച്ചൊരുക്കിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സത്യന്റെ അവസാന സിനിമ ആ വർഷമാണ് പുറത്തിറങ്ങുന്നത്. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമ വെറുമൊരു സിനിമയല്ല, മറിച്ച് മനുഷ്യസഹജമായ വീഴ്ചകളുടെയും തിരിച്ചറിവുകളുടെയും ഒരു ഇതിഹാസമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ സിനിമയെക്കുറിച്ചാണ്. ആ സിനിമയിലെ കണ്ണു നനയിക്കുന്ന മുഹൂർത്തങ്ങളെക്കുറിച്ചാണ്. 50കളിലെ കേരളം രാഷ്ട്രീയപരമായ മാറ്റങ്ങളുടെ കാലഘട്ടമായിരുന്നു അത്. തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുന്ന കാലഘട്ടം. ആ കലുഷിതമായ കാലഘട്ടത്തിന്റെ പച്ചയായ ആവിഷ്കാരമായിരുന്നു അനുഭവങ്ങൾ പാളിച്ചകൾ. സിനിമയുടെ കേന്ദ്രബിന്ദു ചെല്ലപ്പനാണ്. സത്യൻ അനശ്വരമാക്കിയ കഥാപാത്രം. ചെല്ലപ്പൻ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയാണ്. തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവൻ. തന്റെ രാഷ്ട്രീയത്തിനും ആദർശത്തിനും വേണ്ടി നിലകൊള്ളുമ്പോൾ അയാൾ സ്വന്തം കുടുംബത്തിന്റെ അവസ്ഥ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അവിടെയാണ് ചെല്ലപ്പന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാളിച്ച ആരംഭിക്കുന്നത്. ചെല്ലപ്പന്റെ ഭാര്യയായ ഭവാനിയുടെ കഥാപാത്രം ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഷീലയാണ്. ഭവാനി വിശക്കുന്ന മക്കളുമായി വീട്ടിലിരിക്കുമ്പോൾ ചെല്ലപ്പൻ രാഷ്ട്രീയവും വിപ്ലവവും പറഞ്ഞ് നാട് മുഴുവൻ നടക്കുകയാണ്. ഈ സിനിമ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ലോകരക്ഷയ്ക്കായി ഇറങ്ങിപ്പുറപ്പെടുന്നവൻ സ്വന്തം കുടുംബത്തിലെ, സ്വന്തം വീട്ടിലെ അടുക്കളയിൽ തീ പുകയുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതില്ലേ എന്ന്. ഭവാനിയുടെ നിസ്സഹായ അവസ്ഥ വളരെ ഹൃദയസ്പർശിയായാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയിലെ പ്രധാന വഴിത്തിരിവ് ചെല്ലപ്പന്റെ ജീവിതത്തിലേക്ക് പ്രേം നസീർ അവതരിപ്പിക്കുന്ന ഗോപാലൻ എന്ന കഥാപാത്രത്തിന്റെ കടന്നുവരവാണ്. അന്നാട്ടിലെ ഒരു മുതലാളിയെ ആക്രമിച്ചെന്ന പേരിൽ ചെല്ലപ്പൻ പോലീസിന്റെ നോട്ടപ്പുള്ളിയാകുന്നു. അയാൾ ഒളിവിൽ പോകുന്നു. ഈ സമയം ചെല്ലപ്പന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നത് ഗോപാലനാണ്. ഒറ്റപ്പെടലും ദാരിദ്ര്യവും ഭവാനിയെ ഒടുവിൽ ഗോപാലനിൽ ആശ്രയം കണ്ടെത്തുന്നതിലേക്ക് നയിക്കുന്നു. ചെല്ലപ്പൻ ഒളിവിൽ കഴിയുന്ന വീട്ടിലാണ് KPSC ലളിത അവതരിപ്പിക്കുന്ന കല്യാണി എന്ന കഥാപാത്രം കടന്നു വരുന്നത്. പാത്രസൃഷ്ടിയുടെ മേന്മ കൊണ്ടും അഭിനയ ചാരുത കൊണ്ടും ഏറെ ശ്രദ്ധേയമാണ് കല്യാണി എന്ന കഥാപാത്രം. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന കല്യാണിയും അതിന് കഴിയാതെ ദൗർബല്യങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്ന ഭവാനിയും അതീവ ചാരുതയോടെയാണ് കെ.എസ്. സേതുമാധവൻ നമുക്ക് മുന്നിൽ ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത്. ചെല്ലപ്പൻ ഒളിവിൽ കഴിയുമ്പോൾ ഭവാനിയും ഗോപാലനും ഒരുമിച്ചാണ് കഴിയുന്നത്. ഇക്കാര്യം ചെല്ലപ്പൻ അറിയുന്നുണ്ട്. അയാൾ മാനസികമായി ആകെ തകർന്നു പോകുന്നുമുണ്ട്. പിന്നീട് അയാൾ പോലീസിന് പിടികൊടുക്കുന്നു. ഒരുപക്ഷെ പിടികൊടുക്കാനുള്ള സാഹചര്യം അയാൾ തന്നെ സൃഷ്ടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 2 വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് അയാൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഈ സമയം ഗോപാലനും ഭവാനിക്കും ഒരു കുട്ടി പിറന്നിട്ടുണ്ട്. വീട്ടിലെത്തുന്ന ചെല്ലപ്പൻ തൻ്റെ പ്രാണതുല്യം സ്നേഹിച്ച മകൾ മരിച്ചെന്ന വിവരം തിരിച്ചറിയുന്നു. ക്രൂരമായ ഒരു പ്രതികരണം പ്രതീക്ഷിച്ച ഭവാനി പക്ഷെ കാണുന്നത് സ്വന്തം കുഞ്ഞിന്റെ ശവമാടത്തിന് മുമ്പിൽ നിന്ന് വിതുമ്പുന്ന നിസ്സഹായനായ ഒരു സാധാരണ മനുഷ്യനെയാണ്. അയാൾ ഒന്നും മിണ്ടാതെ തിരിച്ചു നടക്കുന്നു. സ്വന്തം കുഞ്ഞുമകളുടെ കുഴിമാടത്തിന് മുമ്പിൽ നിന്ന് വിതുമ്പുന്ന ചെല്ലപ്പന്റെ ദൃശ്യം നമ്മെ കണ്ണീരണിയിക്കും. വിപ്ലവം പ്രസംഗിക്കുന്ന, മനുഷ്യത്വത്തെക്കുറിച്ച് വാത്തോരാതെ സംസാരിക്കുന്ന ഒരാൾ സ്വന്തം വ്യക്തി ജീവിതത്തിൽ അസൂയക്കും സംശയത്തിനും കീഴടങ്ങി തകർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ഈ സിനിമ നമ്മെ കാണിച്ചു തരുന്നത്. പിന്നീട് തൊഴിലാളി വിരുദ്ധനായ ഒരു മുതലാളിയെ ചെല്ലപ്പൻ കൊല്ലുന്നു. പോലീസ് പിടിയിലാവുന്നു. വിചാരണക്കൊടുവിൽ കോടതി അയാൾക്ക് മരണശിക്ഷയാണ് വിധിക്കുന്നത്.
ഈ സിനിമയിലെ സത്യന്റെ അഭിനയം ആർക്കാണ് മറക്കാൻ കഴിയുക? നിരാശയും അമർഷവും രോഷവും കുറ്റബോധവും നഷ്ടബോധവുമെല്ലാം എത്ര മനോഹരമായാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ ഒരു രംഗമുണ്ട്. ഗോപാലനും ചെല്ലപ്പനും ചേർന്ന് ഷാപ്പിലേക്ക് കടന്നു വരുന്ന ഒരു രംഗം. അപ്പോൾ മുറ്റത്ത് നിൽക്കുന്ന ഒരു കുടിച്ചുപെട്ടിയെ പുറങ്കാലുകൊണ്ട് തൊഴിച്ച് വളരെ ലാഘവത്തോടെ ഷാപ്പിനകത്തേക്ക് ചെല്ലപ്പൻ നടന്നു പോകുന്നു. അത്ര സ്വാഭാവികമായി അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നും എത്രയോ വർഷമായി ഇയാൾ ഇവിടെ ജീവിക്കുന്ന ഒരാളാണ് എന്ന്. ഇങ്ങനെയുള്ള സ്വാഭാവികമായി ഇത്ര മനോഹരമായി അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടനെയാണ് മിമിക്രി കലാകാരന്മാർ വികൃതമായി അവതരിപ്പിച്ച് നമുക്ക് മുന്നിൽ ഒരു കോമാളിയാക്കുന്നത്. അത് സങ്കടകരം തന്നെയാണ്. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന പേര് ഈ സിനിമയ്ക്ക് അന്വർത്ഥമാണ്. ജീവിതം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നൽകുന്നുണ്ട്. അവ ശരിയായ രീതിയിൽ പ്രയോഗിക്കാതെ വരുമ്പോഴാണ് പാളിച്ചകളായി മാറുന്നത്. അതാണ് ഈ സിനിമ നൽകുന്ന സന്ദേശം. ഇന്നത്തെ പോലെ വിഷ്വൽ എഫക്റ്റുകളോ അത്യാധുനിക ക്യാമറകളോ ഇല്ലാതിരുന്ന കാലത്താണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സത്യന്റെയും ഷീലയുടെയും മുഖത്തെ ഭാവങ്ങൾ എത്ര മനോഹരമായാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമുകളിൽ സേതുമാധവൻ ഒപ്പിയെടുത്തിരിക്കുന്നത്. മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതയും വഞ്ചനയും നിസ്സഹായാവസ്ഥയുമെല്ലാം അത്രമേൽ ലളിതമായും എന്നാൽ ഗൗരവമായാണ് സേതുമാധവൻ ഈ സിനിമയിൽ പകർത്തിയിരിക്കുന്നത്. ഒരു ഡോക്യുമെന്ററി പാറ്റേണിലാണ് ഈ സിനിമ അദ്ദേഹം എടുത്തിരിക്കുന്നത്. ആ കാലഘട്ടത്തിലെ ദാരിദ്ര്യവും വിപ്ലവവുമെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമുകളിൽ വളരെ മനോഹരമായാണ് അദ്ദേഹം പകർത്തിയിരുന്നത്. ഈ ചിത്രത്തിലെ മനോഹരമായ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വയലാർ ദേവരാജൻ കൂട്ടുകെട്ടാണ്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന ഗാനം വിപ്ലവ വീര്യം നിറയ്ക്കുമ്പോൾ പ്രവാചകന്മാരെ എന്ന ഗാനം ജീവിതത്തിന്റെ അവസ്ഥാന്തരങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കല്യാണി കളവാണി ചൊല്ലം എന്ന പ്രണയഗാനം നാടൻ ശീലുകളോട് ചേർന്ന് ഏതൊരു കലാസൃഷ്ടിയിലും കാലത്തിന്റെ ഒരു കൗതുകം ഒളിപ്പിക്കാറുണ്ട്. ഈ സിനിമയിലും അങ്ങനെ ഒരു കൗതുകമുണ്ട്. നമ്മുടെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ഈ സിനിമയിൽ ഒരു ചെറിയ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അല്ല, താൻ ഈ നാട്ടിലൊന്നും ഇല്ലായിരുന്നോ? ഞാന് പുതിയ പെരുന്നാളിന് കടുവാകളിക്ക് പോയി 5 രൂപ കുലുക്കക്കുത്തിരി വെച്ച് അത് മുഴുവൻ. രക്താർബുദത്തിന്റെ തീവ്രവേദനകൾ അനുഭവിച്ചുകൊണ്ടാണ് സത്യൻ ചെല്ലപ്പൻ എന്ന കഥാപാത്രത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ആ ചിത്രത്തിന്റെ പൂർത്തീകരണത്തോടെ സത്യനും നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അദ്ദേഹം മുഴുവിപ്പിക്കാതെ പോയ ചില ഭാഗങ്ങൾ കോട്ടയം ചെല്ലപ്പനാണ് പിന്നീട് ഡബ് ചെയ്തത്. ഒരു നടനെന്ന രീതിയിൽ ഒരു പാഠപുസ്തകമായി എന്നും നമുക്ക് മുന്നിൽ നിൽക്കുന്നു സത്യൻ. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമ നമുക്ക് നൽകുന്ന സന്ദേശം ലളിതമാണ്. ആദർശത്തിനും രാഷ്ട്രീയത്തിനുമപ്പുറം മനുഷ്യബന്ധങ്ങൾക്കും സ്നേഹത്തിനും വിലയും. അത് തിരിച്ചറിയാൻ വൈകിയാൽ ജീവിതം വലിയൊരു പാളിച്ചയായി മാറും. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. ആദർശങ്ങൾക്കും രാഷ്ട്രീയത്തിനുമപ്പുറം മനുഷ്യബന്ധങ്ങൾക്കും സ്നേഹത്തിനും വിലയുണ്ട്. അത് മനസ്സിലാക്കാൻ വൈകിപ്പോയാൽ ജീവിതം വലിയൊരു പാളിച്ചയായി മാറും എന്നാണ് ഈ സിനിമ പറയുന്നത്. ഗൃഹാതുരത്വം എന്നതിലുപരി ഓരോ മലയാളിയും കണ്ടിരിക്കേണ്ട ഒരു ജീവിത ദർശനമാണ് ഈ സിനിമ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സത്യനെ അപഹസിക്കുന്ന അനുകരണാഭാസങ്ങളെ തടയണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി യരലവിയിൽ ചിത്രകൂടം വീണ്ടും വരും. ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പറയൂ പ്രഭാതമകലയാണോ പ്രപഞ്ചത്തിൽ